അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വേദിയിലെ ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം അടുത്തും അകലെയുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മെയ് 11 പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന ഒരു മഹാസംഗമത്തിൻ്റെ ആ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ സന്ദേശത്തെ പരമാവധി സമൂഹത്തിൻ്റെ വേരുകളിലേക്ക്, അടിത്തട്ടിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 14-ാം തീയതി മുതൽ ഏപ്രിൽ 14 മുതൽ ധർമ്മ സമര സംഗമങ്ങൾ എന്ന പേരിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ സന്ദേശപ്രയാണങ്ങൾ പൂർത്തിയാക്കി ഇതുപോലെയുള്ള ചെറുതും വലുതുമായ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു വിദ്യാർത്ഥി സംഗമത്തിൻ്റെ അനിവാര്യത എന്ത്, ആവശ്യകത എന്ത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്ത വിധം കുട്ടികളെ നേരിൻ്റെ വഴി പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം വേണമെന്ന് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ ഉറച്ചു വിശ്വസിക്കുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നമ്മളുള്ളത്. പൊതുവിൽ നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഒരു 3 കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ മുഴച്ചു നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ മനുഷ്യരും നന്മയുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ സംസാരിച്ചു. കുറേയധികം വിദ്യാർത്ഥികൾ നമ്മുടെ സദസ്സിലുണ്ട്. കഴിഞ്ഞൊരു 3 വർഷത്തിനിടയിൽ കോവിഡിന് ശേഷമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ഇദ്ദേഹത്തെ പോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ വന്ന് ലഹരിയെക്കുറിച്ചും വയലൻസിനെ കുറിച്ചും സംസാരിക്കാത്ത, അത് കേൾക്കാത്ത ഒരു വിദ്യാർത്ഥിയും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം സമൂഹത്തിൽ നിലനിൽക്കുന്ന അധാർമികതയ്ക്ക് ഒരു അറുതിയുണ്ടാകണമെന്നും സമൂഹം പൊതുവിലും പുതിയ തലമുറ ജനറേഷൻ പ്രത്യേകിച്ചും കുറേ കാര്യങ്ങളിൽ മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നും അതിയായി ആഗ്രഹിക്കുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മതസാമുദായിക സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നു. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യോഗം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളും അതിൽ പങ്കെടുത്തിരുന്നു. ലഹരിക്കെതിരായ തുറന്ന യുദ്ധത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും കോർത്തിണക്കിയുള്ള പ്രവർത്തനങ്ങൾ വേണമെന്നാണ് മുഖ്യമന്ത്രി പിന്നീട് വൈകുന്നേരം നടത്തിയ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഗവൺമെൻറ് മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടുത്തെ ജുഡീഷ്യറി, നിയമ സംവിധാനങ്ങളെല്ലാം
സമൂഹത്തിൽ തിന്മകൾ കറുതിയുണ്ടാകാനും നന്മയെ സ്ഥാപിക്കാനും വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഇവിടെ ഒരു ക്ലബിൻ്റെ പ്രതിനിധി സംസാരിക്കുകയും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയും ചെയ്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ സംസാരിക്കുകയും അവരുടെ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. കക്ഷി രാഷ്ട്രീയക്കാർ, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ, മതനേതാക്കന്മാർ, മതസംഘടനകൾ, പലതരത്തിലുള്ള കൂട്ടായ്മകൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാവരും സമൂഹത്തിൽ നന്മയുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നതാണ് സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു തലം മനുഷ്യൻ്റെ വൈജ്ഞാനിക മേഖലയിൽ നാം കാണുന്ന മുന്നേറ്റമാണ്. പലപ്പോഴും നമുക്കത് വേഗത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ 2K കിഡ്സും 90s ഒക്കെയാണല്ലോ ഭയങ്കരമായ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എത്ര കണ്ട്, ആൽഫ ജനറേഷൻ മുതലുള്ളവർക്ക് എത്ര കണ്ടത് പരിചയമുണ്ടെന്നറിയില്ല. ഇവിടെ ഇരിക്കുന്ന കുറച്ച് മുതിർന്ന ആളുകൾക്കറിയാം, ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളാണ് കൂടുതൽ വീടുകളിലേക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൊണ്ടുവരാറുള്ളത്. മിക്കവാറും ഗൾഫിൽ നിന്ന് വരുന്നവർ ഒരു കാലത്ത് കൊണ്ടുവന്നിരുന്ന വലിയ ഇലക്ട്രോണിക് ഡിവൈസ്, പ്രാധാന്യപൂർവ്വം കൊണ്ടുവന്നിരുന്ന ടേപ്പ് റെക്കോർഡറുകളാണ്, പാട്ട് കേൾക്കാനുള്ള സംവിധാനങ്ങൾ, റേഡിയോ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡറുകൾ, സാധാരണ ഓല കാസറ്റ് ഇട്ട് കേൾക്കാൻ മാത്രം കഴിയുന്ന, അത് പല പല രൂപത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. പിന്നീട് ടെലിവിഷനുകളായി, TV ആയി. കുറച്ചുകൂടി സാമ്പത്തിക ശേഷിയുള്ളവരാണ് ക്യാമറ കൊണ്ടുവരും, സ്റ്റിൽ ക്യാമറ കൊണ്ടുവരും. വളരെ അപൂർവമായി സാമ്പത്തിക നിലവാരമുള്ള ആളുകൾ മൂവി ക്യാമറ, വീഡിയോ ക്യാമറകൾ കൊണ്ടുവരും. വീഡിയോ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലുപ്പമുള്ള സാധനങ്ങളായിരിക്കും. അതുപോലെ തന്നെ സ്റ്റിൽ ക്യാമറക്കും സാമാന്യം വലുപ്പമുണ്ടാകും. വലിയ ബോക്സുകളാണ് ടെലിവിഷനുകൾ. അതിലേക്ക് അതിൻ്റെ കാസറ്റുകൾ പ്രവർത്തിക്കാനായി ആവശ്യമായിട്ടുള്ള VCR പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഗൾഫുകാരൻ, ഒരു സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലെ ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ഒരുമിച്ച് വെക്കാൻ ഒരു പക്ഷേ ഒരു വിശാലമായ ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള റൂമിൻ്റെ നല്ലൊരു ഭാഗം വേണ്ടി വരും. നോക്കൂ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് സ്ക്രീനിൽ നമ്മുടെ പോക്കറ്റിനകത്ത് കൊള്ളാൻ മാത്രമുള്ള ഒരു ഡെവലപ്മെന്റ് ഈ സമൂഹത്തിനുണ്ടായി. ഇനി ഫോൺ എങ്ങോട്ട് വളരുമെന്ന ചർച്ചയാണ് ഇപ്പോൾ. ഫോണിന് ഇനി പ്രത്യേകിച്ചൊന്നും വളരാനില്ല. പുതിയ ഡിവൈസുകൾ കമ്പനികൾ പുറത്തിറക്കുമ്പോൾ, ഒരുപക്ഷെ ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ പുറത്തിറക്കുമ്പോൾ അതിൻ്റെ ക്യാമറയുടെ പൊസിഷൻ ഒന്ന് മാറി, അല്ലെങ്കിൽ ഒരല്പം അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒന്ന് മാറ്റി എന്നതല്ലാത്ത നേരത്തെയുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ എപ്പോഴും ഉള്ളത്. ഇനി പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. വേറെ ചില മേഖലകളിലേക്ക് നമ്മൾ കടന്നു പോകും. ഒരു ആസ്ട്രോണറ്റ്, ഒരു ബഹിരാകാശ ഗവേഷക ഏതാനും ആഴ്ചകളുടെ ആവശ്യത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി ബഹിരാകാശത്തേക്ക് പുറപ്പെടുകയും 9 മാസക്കാലം ബഹിരാകാശ ലോകത്ത് ജീവിക്കുകയും മറ്റൊരു വാഹനം അവിടെ പോയി ആ ബഹിരാകാശ സംഘത്തെ വാഹനത്തിൽ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാൻ മാത്രം മനുഷ്യൻ്റെ വൈജ്ഞാനിക രംഗത്തെ മുന്നേറ്റത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാർവത്രികമായ ഒരു കാലമായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പ് ഒരുപക്ഷേ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നത്, AI എന്ന് പറയുന്നത് സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ, നിരന്തരമായി മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന, വീഡിയോ ശ്രദ്ധിക്കുന്ന, ആ മേഖലയിൽ വായന നടത്തുന്ന അപൂർവം ചില ആളുകൾക്ക് മാത്രം അറിയാവുന്നതാണ്. ഇന്നിവിടെ ഇരിക്കുന്ന മിക്കവാറും കുട്ടികളുടെ കൈകളിൽ അവർ ഒരുപക്ഷെ ChatGPTയോ അല്ലെങ്കിൽ DeepSeekോ അല്ലെങ്കിൽ ബാഡോ, ഏറ്റവും പുതിയ Xന്റെ ഗ്രോക്കോ ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. ഒരു കാര്യമറിയാൻ, ഒരു കാര്യത്തെ അന്വേഷിക്കാൻ, പുതിയ ചിത്രമുണ്ടാക്കാൻ, പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ, വീഡിയോ ഉണ്ടാക്കാൻ AI ടൂൾ ഉപയോഗിച്ച് വളരെ ചെറിയ സമയം കൊണ്ട് അതൊക്കെ സാധ്യമാകുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞ വൈജ്ഞാനിക രംഗത്തുണ്ടാകുന്ന മുന്നേറ്റം, കണ്ണിമ വെട്ടിമിഴിക്കുന്ന സമയം കൊണ്ടുണ്ടാകുന്ന വിപ്ലവം നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്ര വേഗതയിലാണ്. ഒരു ഭാഗത്ത് നന്മയ്ക്ക് വേണ്ടി ആളുകൾ മത്സരിച്ച് പ്രവർത്തിക്കുന്നു, മറുഭാഗത്ത് വൈജ്ഞാനിക രംഗത്ത് മനുഷ്യന്റെ മുന്നേറ്റം അതിവേഗതയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ രണ്ടിൻ്റെയും
മറ്റ് ഒന്നും ഇതിനൊക്കെ അപ്പുറമുള്ള ഒരു റിസൾട്ടാണ് മൂന്നാമതായി നമ്മൾ കാണുന്നത്. അതെന്താണ്? ധാർമ്മികമായ കാര്യങ്ങളിൽ തിന്മകൾ വർദ്ധിക്കുകയാണ്. ധാർമ്മിക രംഗത്ത് മനുഷ്യൻ ഒരുപാട് പിന്നോട്ട് പോവുകയാണ്. തിന്മകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യാകുലതകളാണ്, ഉള്ളു നിറയെ ആശങ്കകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 14 തീയതി ഈ നമ്മുടെ ധർമ്മസമര സംഗമങ്ങളുടെ സംസ്ഥാനതല തുടക്കം തൊടുപുഴയിലായിരുന്നു. തൊടുപുഴയിൽ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഒരു വലിയ ഒരു സദസ്സ് അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ 8500ഓളം വ്യക്തികളെ കണ്ടു, അല്ലെങ്കിൽ വീടുകളിൽ കയറി ആളുകളെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു. ഭയങ്കരമായൊരു പ്രീ വർക്ക് അവർ നടത്തിയിരുന്നു. ഞങ്ങൾ പറഞ്ഞു, വീടുകളിൽ കയറുമ്പോൾ രക്ഷിതാക്കൾ ഞങ്ങളോട് പങ്കുവച്ചത് എല്ലാവരുടെയും ഉള്ളിൽ നിരാശയാണ്. എല്ലാവരും പറയുന്നത് ഇതിനി കൂടുക മാത്രമാണ് ചെയ്യുക, ഇതൊരിക്കലും ഇനി പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. അല്ലേ? താമരശ്ശേരിയിലെ ഒരു ചെറുപ്പക്കാരൻ അടുത്ത വീട്ടിൽ പോയി തേങ്ങ പൊതിക്കാനാണെന്ന് പറഞ്ഞ് വെട്ടുകത്തി വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം മാതാവിൻ്റെ കഴുത്തറുത്ത് ഇതെനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണെന്ന് പറഞ്ഞപ്പോൾ വാർത്ത കണ്ട് നമ്മുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടായി, ഉള്ളിൽ വലിയ നിരാശയുണ്ടായി, ഭയപ്പാടുണ്ടായി. ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. ഇത് അവസാനത്തേതായിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിച്ചത്. അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വാർത്ത വന്നു, അടുത്ത ദിവസം തൃശ്ശൂരിൽ നിന്ന് വേറൊരു വാർത്ത വന്നു, പിറ്റേ ദിവസം അട്ടപ്പാടിയിൽ നിന്ന് വേറൊരു വാർത്ത വന്നു. നമ്മളിത് ഇങ്ങനെ പലയിടത്തും ഉദാഹരണങ്ങൾ പറയുന്നത് കൊണ്ട് ഇതിങ്ങനെ വാർത്ത കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് കയറി വരും. നിങ്ങളത് എത്ര കണ്ട് ശ്രദ്ധിച്ചു എന്നറിയില്ല. പിന്നെ തിരുവനന്തപുരത്തെ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിലെ 5 പേരെ കൊന്നു, 6 പേരെ കൊല്ലാൻ ശ്രമിച്ച് 5 പേരും മരിച്ചു. സ്വന്തം മാതാവ് മാത്രം രക്ഷപ്പെട്ടു. സ്വന്തം സഹോദരനെ കൊന്നു, കാമുകിയെ കൊന്നു, വല്യമ്മയെ കൊന്നു, ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാമറുമായി കടന്നു ചെന്ന്, ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട്, ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ 5 പേരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കടന്നു ചെന്നത്. ഇതൊക്കെ കേൾക്കുന്ന രക്ഷിതാവിൻ്റെ മനസ്സിലുള്ളത് ആശങ്കകളാണ്. അതിനെ തുടർന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വലിയ രൂപത്തിലുള്ള ലഹരി വേട്ട നടത്തി. ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്നു, ഹോസ്റ്റൽ മുറികളിലേക്ക് കടന്നു ചെന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ MDMA പിടികൂടി, വലിയ അളവിലുള്ള കഞ്ചാവ് പിടികൂടി. ഒരുപാട് കഞ്ചാവ് വേട്ടക്കാരെ, കഞ്ചാവ് വിൽപ്പനക്കാരെ അവർ പിടിച്ചു. അവർ കഞ്ചാവ് വിൽക്കുന്ന ആളുകളെ പിടിക്കും. അവർക്ക് വരുന്ന ഫോൺ കോളുകളെ കുറിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പല കാര്യങ്ങളും പുറത്തു പറഞ്ഞു. അല്ലെ? അവർ പറഞ്ഞെന്താ, പെൺകുട്ടികളുടെ നിരന്തരമായ കോൾ വരികയാണ്. അവർ ചില കോഡ് വാക്കുകളാണ് ഉപയോഗിച്ചത്, ലഹരി വസ്തുക്കൾക്ക് വേണ്ടി അവർ ചില കോഡ് ഭാഷകളാണ് ഉപയോഗിച്ചത് എന്നൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ എന്താ പറയുക, പുറത്തു പറയുകയുണ്ടായി. നമ്മുടെ സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ നന്മയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടും മനുഷ്യന്റെ വൈജ്ഞാനിക തലത്തിൽ വലിയ മുന്നേറ്റമുണ്ടായിട്ടും എന്തുകൊണ്ട് തിന്മകൾ വർദ്ധിക്കുന്നു എന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യമായി ആധുനിക സമൂഹത്തിന്റെ മുന്നിൽ അതിങ്ങനെ നിലനിൽക്കുകയാണ്. വൈജ്ഞാനിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായിരുന്നിട്ടും ലോകത്തെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ സംവിധാനങ്ങളും നന്മയ്ക്ക് വേണ്ടി നിരന്തരമായ ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടും എന്തുകൊണ്ട് അധാർമികത പെരുകുന്നു, എന്തുകൊണ്ട് അരാജകത്വം വർദ്ധിക്കുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് നമുക്ക് പിഴച്ചത് എവിടെയാണ്, നമുക്ക് തെറ്റുപറ്റിയത് എവിടെയാണ്, തിരുത്തേണ്ടത് എവിടെയാണ്, അബദ്ധം പിണഞ്ഞത് എവിടെയാണ് എന്ന ചിന്തക്കുള്ള ഒന്നാമത്തെ ഉത്തരം തിന്മ എന്ത് എന്ന് നിർവചിക്കുന്നിടത്ത് നമുക്ക് പിഴവ് പറ്റി എന്നതാണ്. എന്താണ് തിന്മ, എന്താണ് നന്മ? ഒരു നോക്കൂ, ഈ ഒരു ചോദ്യം സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വെക്കുമ്പോൾ അതിന് വിവിധങ്ങളായ മറുപടികൾ ഉണ്ടാകും, വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ വരും, വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ അതിന് കിട്ടും. എന്താ തിന്മ എന്ന് ചോദിച്ചാൽ, എന്താണ് സദാചാരം എന്ന് ചോദിച്ചാൽ, എന്താണ് ധാർമ്മികത എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ധാർമ്മികത എന്ന വാക്ക് എവിടെയാണ് ഇപ്പോൾ കേൾക്കുന്നത്? എവിടെയെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും മതപ്രഭാഷണ വേദികൾക്കപ്പുറം ധാർമ്മികത എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ടോ? ധാർമ്മിക വിദ്യാഭ്യാസം എന്നത് ഒരു കാലത്ത് വിദ്യാഭ്യാസ മേഖലയിലെ വലിയ ചർച്ചയായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് അത് പഠിപ്പിക്കപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു അധ്യാപകൻ അയാളുടെ മനസ്സാക്ഷിക്ക് തോന്നുന്ന ഒരു മനസ്സാക്ഷിക്കുത്തുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ തോന്നുന്ന സ്വന്തമായ താല്പര്യത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും കുട്ടിക്കൊരു നന്മ പറഞ്ഞു കൊടുത്താലായി. മറിച്ച് ഇത്
ഒരു മനുഷ്യൻ പഠിച്ചാൽ മതി, നല്ല ഗ്രേഡ് ഉണ്ടായാൽ മതി, അവനക്ക് അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടായാൽ മതി, അവൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധമുണ്ടായാൽ മതി, ഇഷ്ടാനുസരണം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായാൽ മതി, നല്ല ജോലി ഉണ്ടായാൽ മതി, വലിയ വരുമാനമുണ്ടായാൽ മതി എന്നതിനപ്പുറം വിദ്യാഭ്യാസ രംഗത്ത് ഇവൻ നല്ല മനുഷ്യനാകണം എന്ന ചിന്ത അത് അവസാനിക്കുകയാണ്. അത് വലിയ ചർച്ച നടക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ ഖേദകരമായൊരു സംഗതിയാണ്. ധാർമ്മികത എന്ന വാക്ക് കേൾക്കാനില്ല എന്നതൊരു വലിയ പ്രശ്നമാണിവിടെ. സദാചാരം എന്ന വാക്കിൻ്റെ അവസ്ഥ ആലോചിക്കും. സദാചാരം എന്ന വാക്ക് പറയുന്നത് പോലും കുറ്റമായിട്ടാണ് ആളുകൾ കാണുന്നത്. ഞാനൊരു ദിവസം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ധൃതി പിടിച്ച് വാഹനം പാർക്ക് ചെയ്ത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അവിടെ ഒരു ഭയങ്കര ബഹളമാണ്, കുറേ ആളുകൾ, ഭയങ്കര ബഹളമാണ്. എന്താ സംഭവം? ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയുമുണ്ട്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും. അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല, അതിനുള്ള പ്രായമായിട്ടില്ല. അവർ സഹോദരനുമല്ല. എന്നാൽ അവർക്കിടയിൽ വളരെ അടുത്ത, കണ്ടാൽ കാണുന്നവന് ലജ്ജ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള, അറപ്പ് തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റം കണ്ടപ്പോൾ കുറച്ച് പ്രായം ചെന്നൊരു സ്ത്രീ ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാണ്? നിങ്ങൾ ആരുടെ മക്കളാണ്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഉടൻ ആ കുട്ടികൾ പ്രതികരിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങളാരാ? അവർക്കിടയിൽ വലിയ വാക്കേറ്റമുണ്ടായി. അപ്പോൾ ആളുകൾ ഇങ്ങനെ ചുറ്റും കാണാൻ, ആ ബഹളം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ മുതിർന്ന സ്ത്രീയുടെ ചെവിയിൽ വന്നിട്ട് ഒരാളൊരു സ്വകാര്യം പറഞ്ഞു. ആ സ്ത്രീ ഈ കുട്ടികളെ ചോദ്യം ചെയ്യുന്ന അവരോട് സംസാരിക്കുന്ന അവസാനിപ്പിച്ച് വേഗം ടിക്കറ്റ് എടുത്ത് തൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു സീറ്റിൽ പോയിരുന്നു. അപ്പം ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ചെയറിൽ ഇരുന്നപ്പോൾ ആ സ്ത്രീയുടെ ചെവിയിൽ എന്തോ കാര്യം മന്ത്രിച്ച ആ സഹോദരൻ്റെ അടുത്ത് വന്നിരുന്നു. അയാളുടെ കൂട്ടുകാരനോട് സംസാരിക്കണം. ഞാൻ അവരോട് പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഇഷ്യൂ വർദ്ധിച്ച് ഇതൊരു പോലീസ് കേസായാൽ കുട്ടികൾ പറയും, എന്താണ്, സദാചാര പോലീസ് ചമഞ്ഞ് പ്രായപൂർത്തിയായ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് നിങ്ങൾക്കെതിരെ അവർ മൊഴി പറയും. അവസാനം നിങ്ങൾ കുറ്റക്കാരാകും. സദാചാരം എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നത് സദാചാര പോലീസ് എന്ന വാക്കിനോടൊപ്പമാണ്, സദാചാര ഗുണ്ടായിസം എന്ന വാക്കിനോടൊപ്പമാണ്. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും മക്കളുടെ അധാർമികതയിൽ ഇടപെടാൻ കഴിയാത്തൊരവസ്ഥയാണ്. സദാചാര ഗുണ്ടായിസത്തിന്റെ ചാപ്പകുത്തി മാതാപിതാക്കളെ വരെ ഒതുക്കാൻ മക്കൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഒരു സഹോദരൻ ഒരിക്കൽ സംഭവം പറയണ്ടായി. വളരെ ദീനിയായി മതപരമായി തൻ്റെ മക്കളോടൊപ്പം ജീവിക്കുന്ന, വളരെ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഒരു ദിവസം പോലീസ് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹത്തെ കയ്യാമം വെച്ച് കൊണ്ടുപോയി എന്നാണ് അറസ്റ്റ് ചെയ്തിട്ട്. കുറ്റം എന്താണെന്നറിയാമോ? തൻ്റെ മകനെ അയാൾ ശിക്ഷിച്ചു എന്നതാണ്. എന്തോ ഒരു തെറ്റു ചെയ്തതിന് സ്വന്തം മകനെ പണിഷ് ചെയ്തു. ആ സ്വന്തം മകനെ പണിഷ്മെന്റ് ചെയ്തപ്പോൾ ആ കുട്ടി തന്നെ സ്കൂളിലെ കൗൺസിലറോട് സംസാരിക്കുന്നതിനിടയിൽ പരാതിയായിട്ടല്ല, തൻ്റെ പിതാവിൻ്റെ ഭാഗത്തുണ്ടായ ഈ സംഭവം എന്തോ ഒരു നിലക്ക് പറഞ്ഞു. ഉടനെ പോലീസ് അയാൾക്കെതിരെ കേസെടുത്തു. നോക്കൂ, ഒരു മകനെ ശിക്ഷിക്കാൻ, ഒരു മകനെ ഗുണദോഷിക്കാൻ, ഒരു മകളെ നേർവഴിക്ക് നടത്താൻ മാതാപിതാക്കൾക്ക് അധികാരമില്ലെന്നും രക്ഷിതാവിന് സ്വാതന്ത്ര്യമില്ലെന്നും ചിന്തിക്കുന്ന തരത്തിലുള്ള സദാചാരത്തിൻ്റെയും ധാർമ്മിക ബോധത്തിൻ്റെയും ബാലാവകാശത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും വ്യാഖ്യാനങ്ങൾ മനുഷ്യനെ തിന്മയുടെ വേറൊരു ലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആർക്കെന്ത് വിഷമം തോന്നിയാലും ശരി, അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു വസ്തുതയാണ്. ധാർമ്മികത നിശ്ചയിക്കുന്നത് ആരാണ്? ധാർമ്മികത ഇല്ലെന്ന് പറയുമ്പോൾ, വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അതെങ്ങോട്ടാണ് എത്തുക? അല്ലേ? കുട്ടികൾക്കിടയിൽ ഇപ്പൊ നടക്കുന്നത് എന്താ? അധ്യാപകൻ വടിയെടുക്കാൻ പാടില്ല. അധ്യാപകൻ കുട്ടികളോട് അവർ ചെയ്യുന്ന തെറ്റിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അവർ ചെയ്യുന്ന തിന്മയെ ഏത് നിലക്ക് ആണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ഏറ്റവും അവസാനം നടന്ന QIP റിപ്പോർട്ട് അധ്യാപക സംഘടനകളുടെയും പിന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ ഒരുമിച്ചുള്ളൊരു യോഗം, പലപ്പോഴും നയപരമായ പല തീരുമാനങ്ങളും ഈ QIP മീറ്റിങ്ങിലാണ് വരിക.
ഏറ്റവും അവസാനം നടന്ന QIP മീറ്റിംഗിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്നാണ്, ക്ലാസ് മുറിക്കകത്ത് കുട്ടികളുടെ അച്ചടക്കം നിയന്ത്രിക്കാൻ അധ്യാപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കുമെന്നാണ്. ഇപ്പോൾ പോകുന്ന രീതിക്കൊരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ അടിയന്തരമായി U-ടേൺ എടുക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ചിന്തകളെ പ്രൊമോട്ട് ചെയ്യുന്ന, ഈ ചിന്തകളെ കുട്ടികളുടെ മനസ്സിൽ വിത്തിട്ട് മുളപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവർ സ്വപ്നം കാണുന്ന ലോകം വേറെയാണ്. അവർ വിവാഹം വേണ്ടെന്നാണ് പറയുന്നത്. അവർ കുടുംബ സംവിധാനങ്ങൾ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അല്ലേ, കല്യാണം കഴിക്കുന്നത് എന്തോ ഒരു വലിയ ഭാരമായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. പുതിയ തലമുറകൾ എടുത്ത് പരിശോധിച്ചു നോക്കി, കല്യാണം കഴിച്ച ചെറുപ്പക്കാരനോട് തൻ്റെ കൂട്ടുകാരന് പറയാനുള്ളത് എന്താ? നിന്റെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു എന്നാണ്. വിവാഹിതയാകുന്ന പെൺകുട്ടിയോട് പറയുന്നത് എന്താ? നിന്റെ എല്ലാ വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഇവിടെ അന്ത്യമായിരിക്കുന്നു എന്നാണ്. ഇതാണോ ശരി? ഇതൊരു ശരിയായ രീതിയാണോ? അതാണോ ശരിയായ കാഴ്ചപ്പാട്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, ആനന്ദകരമായ ഒരവസ്ഥാവിശേഷം എന്ന് പറയുന്നത് കുടുംബജീവിതമാണ്, കുടുംബ സംവിധാനമാണ്. കുടുംബജീവിതത്തെ, കുടുംബ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞ സമൂഹങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ വ്യക്തമാണ്. വർത്തമാനകാല ജീവിതത്തിൽ അതിൻ്റെ നേർസാക്ഷ്യങ്ങളെ അമേരിക്കൻ നാടുകളിൽ നിന്ന്, പാശ്ചാത്യ ലോകത്ത് നിന്ന് നമുക്കിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, മനുഷ്യന് ഒരു ധാർമ്മികതയുടെ, സദാചാര മൂല്യങ്ങളുടെ വേലിക്കെട്ടുകൾ, അതിർവരമ്പുകൾ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവർ സ്വപ്നം കാണുന്ന ലോകമേതാണ്? വിവാഹരഹിതമായ കുടുംബ സംവിധാനങ്ങളില്ലാത്ത, സ്വന്തം മാതാപിതാക്കൾ പോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമാണ്, അവരെ വേണമെങ്കിൽ മാറ്റി നിർത്താമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരികയാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അവർ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, നിയമവിധേയമാക്കണം എന്ന് പറയുന്നു. ലഹരി ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണെന്ന് വാദിക്കുന്നു. ബെസ്റ്റിയായി, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് അവിഹിതമായ ബന്ധങ്ങൾ സ്ഥാപിച്ച് അതിലൂടെ മുന്നോട്ട് പോകുന്നത് മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്നു. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കാൻ പാടില്ല എന്ന ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഡൽഹി ഹൈക്കോടതിയുടെ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നൊരു പരാമർശമുണ്ട്. 14 വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു മുതിർന്ന ആൾ അവർക്കിടയിലെ പരസ്പര പ്രണയ ബന്ധത്തിന്റെ ഭാഗമായി ശരീരം പങ്കുവച്ചാൽ അത് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ പാടില്ലെന്നാണ്. പോക്സോ എന്ന് പറഞ്ഞൊരു നിയമം അവിടെ എന്തിനാ കൊണ്ടുവന്നത്? കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നത് തടയുന്നതിന് വേണ്ടിയാണ്. കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിന് വേണ്ടിയാണ്. അവസാനം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട ഒരു ബോഡി തന്നെ പറയാണ്, 14 വയസ്സുള്ള പെൺകുട്ടിയെ ആ നിലയ്ക്ക് ലൈംഗികമായി അവർ സമ്മതത്തോടുകൂടി ഉപയോഗപ്പെടുത്തിയാൽ അത് പ്രശ്നമില്ല. അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയെ ഇന്നലെ സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. എന്താ പറയുന്നത്? ഒരു പെൺകുട്ടിയുടെ മാറിൽ സ്പർശിക്കുന്നത്, ഒരു സ്ത്രീയുടെ മാറിൽ സ്പർശിക്കുന്നത് ലൈംഗികമായ സെക്ഷലി അബ്യൂസായി പറയാൻ പാടില്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞത്. എവിടേക്കാണ് ഈ സമൂഹത്തെ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് കൊണ്ടുപോകുന്നത്? 18 വയസ്സിനു താഴെ വിവാഹം നടന്നാൽ അത് കുറ്റകൃത്യമാണ്, ശൈശവ വിവാഹത്തിന്റെ പരിധിയിൽ വരും. അല്ലേ? വിവാഹപ്രായമല്ല എൻ്റെ ചർച്ച. വിവാഹപ്രായം ഏത് എന്നുള്ളത് വേറെ ചർച്ചയാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളിലെയും വിവാഹപ്രായം എത്ര എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ ഇവിടെ 16 വയസ്സുകാരി ഒളിച്ചോടിയാൽ പ്രശ്നമില്ല. 14 വയസ്സുകാരി ശരീരം പങ്കുവച്ചാൽ പ്രശ്നമില്ല. 17കാരനും 18കാരനും പരസ്പരം
റിലേഷൻഷിപ്പിലായാൽ അത് പ്രശ്നമല്ല, അവർ ബെസ്റ്റി ആയാൽ പ്രശ്നമല്ല. എന്തേ പ്രശ്നമുള്ളൂ? കല്യാണം മാത്രമേ പ്രശ്നമുള്ളൂ, വിവാഹം മാത്രമേ പ്രശ്നമുള്ളൂ. എന്തൊരു വിരോധാഭാസമാണ് ഈ സമൂഹം ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അത് കടന്നു വരുന്നത് സിനിമകളിലൂടെയാണ്, അത് കടന്നു വരുന്നത് വെബ് സീരീസുകളിലൂടെയാണ്, അത് കടന്നു വരുന്നത് ഇവിടുത്തെ മീഡിയകളിലൂടെയാണ്, അത് കടന്നു വരുന്നത് യൂട്യൂബർമാരിലൂടെയാണ്, അത് കടന്നു വരുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അത് കുട്ടികളുടെ മനസ്സുകളിൽ നിരന്തരമായി ഈ തീഞ്ഞളിഞ്ഞ നാറിയ ആശയം വിത്തിട്ട് മുളപ്പിക്കുന്നത് ഇവിടുത്തെ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ സംവിധാനങ്ങളാണ്. ഇപ്പൊ സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, കാലങ്ങളായി സിനിമയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കുട്ടികളെ അധാർമികത പഠിപ്പിക്കുന്നതിൽ, കുട്ടികളെ ലഹരി പഠിപ്പിക്കുന്നതിൽ, കുട്ടികളെ സൂയിസൈഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നതിൽ, കുട്ടികളെ വയലൻസ് പഠിപ്പിക്കുന്നതിൽ, കുട്ടികളെ കുറ്റകൃത്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഇവിടുത്തെ സിനിമ എന്ന മാധ്യമങ്ങൾക്കുള്ള പങ്കുകളെ കുറിച്ച് മതരംഗത്തുള്ളവർ പതിറ്റാണ്ടുകളായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് അത് തെളിഞ്ഞത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് ആളുകൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയത്. അല്ലേ, എന്നിട്ട് ചില ആളുകൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാം. എന്താ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത്? എല്ലാ മേഖലകളിലുണ്ടല്ലോ ചൂഷണങ്ങൾ. സ്കൂളുകളിൽ ലൈംഗിക ചൂഷണങ്ങളില്ലേ? കച്ചവട സ്ഥാപനങ്ങളിൽ ലൈംഗിക ചൂഷണങ്ങളില്ലേ? വ്യാപാര സ്ഥാപനങ്ങളിൽ, വ്യവസായ സ്ഥാപനങ്ങളിൽ, പൊതുനിരത്തുകളിൽ, ബസ്സുകളിൽ, ട്രെയിനുകളിൽ ലൈംഗിക ചൂഷണങ്ങളില്ലേ? സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെയല്ല സിനിമ. ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്നത് ഒരു വ്യവസ്ഥയുടെ ഭാഗമാക്കി മാറ്റിയ ഒരേ ഒരു സംവിധാന ലോകത്തുള്ളൂ. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. അതിപ്പോ അത്ര വ്യാപകമായി സംസാരിക്കേണ്ട ഒരു സമയമല്ല കേട്ടോ. എന്താ അറിയോ? നിർമ്മാതാവിന്റെ, സംവിധായകന്റെ മുറിയിലെ സോഫയാണ്. ആ സോഫയിൽ അയാൾ കാസ്റ്റ് ചെയ്യുന്ന, അയാൾ സിനിമയിലേക്ക് തെരഞ്ഞെടുക്കുന്ന നടി അയാൾക്ക് വേണ്ടി അവിടെ കടന്നു കൊടുക്കണമെന്ന് പറയുന്ന വൃത്തികെട്ട സംസ്കാരം ഇന്നൊന്നിലേക്കായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ, പിന്നെ ചാനലുകളിലാവട്ടെ, പത്രമാധ്യമങ്ങളിലാകട്ടെ, ലീഡ് ന്യൂസുകളിലൊന്ന് ഒരു സിനിമാ നടിയുടെ വെളിപ്പെടുത്തലാണ്. സിനിമാ നടി എന്താ പറയുന്നത്? ഒരു സിനിമാ നടൻ മയക്കുമരുന്നുപയോഗിച്ച് എന്നോട് മോശമായി പെരുമാറി. സിനിമ സെറ്റിൽ അയാൾ വായിൽ നിന്ന് വെളുത്ത പൊടി തുപ്പിക്കളയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പൊ അത് കേസായി, ചർച്ചയായി. അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിൽ 5 പേരെ കൊന്നപ്പോ നിരന്തരമായി കുട്ടികൾക്കിടയിലെ അക്രമവാസന പെരുകുന്ന വാർത്തകൾ, സംഭവങ്ങൾ വർദ്ധിച്ചപ്പോ കോഴിക്കോട് ജില്ലയിലെ ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സഹപാഠികൾ അടിച്ചു കൊലപ്പെടുത്തിയപ്പോ അവന്റെ കണ്ണിന് ഞാൻ ഇടിച്ചിടിച്ചിടിച്ച് അവൻ മരിച്ചുവെന്ന് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിൽ കൊലപാതകം ആഘോഷിക്കുന്ന ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായപ്പോഴാണ് പറഞ്ഞത് വയലൻസ് പഠിപ്പിക്കുന്നത് സിനിമയാണെന്ന്. സിനിമയാണ് പലതും പഠിപ്പിക്കുന്നത്. ഈ വൃത്തികെട്ട സ്വതന്ത്ര ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൂൾസ്, എനിക്കെൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം, എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്ന ആശയം പഠിപ്പിക്കുന്നത്. അറിയോ, ഈ ആശയം പഠിപ്പിക്കുന്നിടത്ത് പിന്നെ ഒന്നും ഫലപ്രദമാകാതെ വരികയാണ്. കുട്ടികളോട് നമ്മൾ എന്താ പറയുന്നത്? MDMA ഉപയോഗിച്ച സുഹൃത്തെ നിന്റെ കരൾ നശിച്ചു പോകും, നീ 5 കൊല്ലം പരമാവധി ജീവിക്കുക, മോചനമില്ലാത്ത അഡിക്ഷനാണ്. ലഹരി ഉപയോഗിച്ചാൽ അയാളുടെ ശരീരത്തിന് പ്രശ്നമുണ്ടാകും, ജീവിതം തകരും, ബ്രെയിനിന് ഡാമേജ് വരും കേട്ടോ. ഞാൻ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS ക്യാമ്പിൽ എൻ്റെ ഒരു സുഹൃത്താണ് അതിൻ്റെ കോർഡിനേറ്റർ, ക്ലാസ് എടുക്കാൻ വിളിച്ചു. ഞാനൊരു വൈകുന്നേര സമയത്താണ് അവിടെ എത്തിയത്. കുറച്ചൊരു ഉയർന്ന പ്രദേശത്താണ് സ്ഥാപനം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ കയറിയിട്ട് പറഞ്ഞു, ഞാനും താഴേക്ക് ഉണ്ടായിരുന്നു, വാഹന സൗകര്യം ബുദ്ധിമുട്ടാണ്. ചോദിച്ചു, നീ ക്യാമ്പ് മെമ്പറല്ലേ? അതെ, ക്യാമ്പ് അംഗമാണ്. ക്യാമ്പ് അംഗങ്ങൾ ഇവിടെ താമസിക്കണം എന്നാണല്ലോ, നീ എന്തുകൊണ്ടാണ് താമസിക്കാത്തത്? അപ്പം ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു രോഗമുള്ളതാണ് എന്ന് തോന്നും. അവൻ്റെ കഥ ഞാൻ ചോദിക്കാതെ എന്നോട് പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ഒരാളാണ്, ഞാൻ +2 ഉയർന്ന മാർക്കോടുകൂടി ജയിച്ച ഒരാളാണ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലെ ഒരു സ്ഥാപനത്തിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു റയർ വിഷയത്തിൽ അഡ്മിഷൻ എടുത്തു. അവിടെ എത്തി ഞാൻ ലഹരി ഉപയോഗിച്ച് തുടങ്ങി. അതെൻ്റെ ശരീരത്തെ തകർത്തു. അവൻ ഉപയോഗിച്ച വാക്ക് എൻ്റെ ബ്രെയിൻ ഡാമേജ് ആയി നാം. അതുകൊണ്ട് എൻ്റെ പഠനം ഉപേക്ഷിച്ചു. ദീർഘമായ വർഷങ്ങൾ നീണ്ട
പിന്നെ ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. എനിക്ക് രാത്രി ഒരല്പം പോലും ഉറക്കമൊഴിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്നോട് വീട്ടിൽ പോകാൻ എനിക്ക് ഈ സ്ഥാപന അനുവാദം തന്നിട്ട് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ പോകും. മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ തലച്ചോറിന് പരുക്കു പറ്റിയ രോഗിയാക്കി മാറ്റിയത് എന്താണ്? ആരാണ്? ഇതൊന്നോ രണ്ടോ അല്ല. MDMA മാത്രമല്ല, കഞ്ചാവ് മാത്രമല്ല, 5 പേരെ കൊന്ന അഫാന്റെ ഉള്ളിലുണ്ടായിരുന്നത് എന്താണ്? അത് പറയാൻ ഇവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പലർക്കും മടിയാണ്. മദ്യമായിരുന്നു. മദ്യം പ്രശ്നമല്ല എന്നുള്ളിടത്തേക്കാണ് ഇപ്പോൾ വരുന്നത്. അല്ലേ? സോഷ്യൽ ഡ്രിങ്കിങ് ആവാമെന്നാ പറയുന്നത്. ഒരൽപ്പം ലഹരി മറ്റുള്ളവരെ ബാധിക്കാത്ത വിധം ഒരൽപ്പം ഉപയോഗിച്ചാൽ കുഴപ്പമില്ലെന്നാ പറയുന്നത്. അവിടെ നിൽക്കോ? ലഹരിയുടെ അഡിക്ഷൻ ഉണ്ടാകുന്നത് എവിടെ നിന്നാ? ലോകത്ത് MDMA ഉപയോഗിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാരാ? ലോകത്ത് മുഴുക്കടിയനായി ജനിച്ചു വീണ വ്യക്തിയാരാ? എല്ലാവരും തുടങ്ങുന്നത് ഒരു ഡ്രോപ്പിൽ നിന്നാണ്, ഒരു തുള്ളിയിൽ നിന്നാണ്, ഒരു ചെറിയ അളവിൽ നിന്നാണ്, പുകവലിയിൽ നിന്നാണ്. പിന്നെയാണ് വലിയ വലിയ ലഹരിയുടെ ഉപഭോക്താക്കളായി മാറുന്നത്. ആരും നേരിട്ട് കുടിയന്മാരായി ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ജനിച്ച് വീണിട്ടില്ല അവിടെ. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്നതിൻ്റെ അല്പവും ഹറാമാണ്. ഒരൽപ്പം പോലും ഹറാമാണ്. കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്നതിൻ്റെ അല്പം ഉപയോഗിച്ചാലും, ഒരിച്ചിരി ഉപയോഗിച്ചാലും, ഒരു തുള്ളി ഉപയോഗിച്ചാലും, ഒരു ഡ്രോപ്പ് ഉപയോഗിച്ചാലും അത് ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അല്ലേ? കുല്ലു മുസ്കിരിൻ ഖംർ വകുല്ലു ഖംറിൻ ഹറാം. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഖംറാണ്, എല്ലാ ഖംറും ഹറാമാണ് എന്ന് സംശയമില്ലാത്ത വിധം മതം പറഞ്ഞു. മദ്യം നിരോധിച്ചപ്പോ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അജ്സാമു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ നിരോധിച്ചത് മദ്യത്തെ മാത്രമല്ല, മദ്യം ഉൽപാദനത്തെ നിരോധിച്ചു. മദ്യം ഉപയോഗിച്ചിരുന്ന പാനപാത്രങ്ങൾ, കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്ലാസുകൾ നിങ്ങൾ വീട്ടിൽ വെക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. മദ്യം വാറ്റാൻ ഉപയോഗിച്ചിരുന്ന വീപ്പകൾ ഹദീസുകളിൽ കാണാൻ കഴിയും. പച്ചക്കറിയുടെ ചുരങ്ങത്തോട്ടിൽ അവർ മദ്യം വാറ്റിയിരുന്നു. ഈത്തപ്പന മരങ്ങൾ മുറിച്ചു മാറ്റി അതിൻ്റെ അടിക്കുറ്റിയുടെ ഉള്ളു തുറന്നു മാറ്റി അത് മദ്യം മാറ്റാനുള്ള പാത്രങ്ങളായി ഉപയോഗിച്ചിട്ട് ഇസ്ലാം പറഞ്ഞത് വീട്ടിൽ വെക്കുന്നത് നിഷിദ്ധമാണ്. കള്ള് മാത്രമല്ല, ലഹരി മാത്രമല്ല, ലഹരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും, ലഹരി വിളമ്പാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും, ലഹരി കുടിക്കാൻ ഉപയോഗിക്കുന്ന ചഷകങ്ങളും, ലഹരി ഉപയോഗിക്കുന്നവന്റെ കൂടെ ഇരിക്കുന്നത് പോലെ നിരോധിച്ച മതത്തിന്റെ പ്രസക്തി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്, 1400 കൊല്ലങ്ങൾക്ക് ഇപ്പുറവും പ്രസക്തമാവുകയാണ്. അത് പറയാൻ നമുക്ക് കഴിയണം. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ സംസാരിക്കുകയും മറുഭാഗത്ത് ഇഷ്ടം പോലെ ലഹരി വിൽപ്പന സ്ഥാപനങ്ങൾ കൂടുപോലെ വിദ്യാർത്ഥികൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ പൊട്ടിമുളച്ചു പൊങ്ങുകയും ചെയ്യുന്ന സംവിധാനം ഇല്ലാതാകുമ്പോഴാണ് പൂർണ്ണാർത്ഥത്തിൽ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുക. സഹോദരങ്ങളെ, ധാർമ്മികതയുടെ നിയമാവലികൾ നമുക്കുണ്ടാകണം. എല്ലാ മനുഷ്യന്റെ മുന്നിൽ തുറന്നിടുക എന്നുള്ളത് മനുഷ്യ ജീവിതം ദുസ്സഹമാക്കുകയാണ് ചെയ്യുക. അത്തരം ജീവിതം മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാൻ മനുഷ്യന് കഴിയോ? ഞാനൊരു സ്കൂൾ അധ്യാപകനാ. 10 മണിക്ക് ബെല്ലടിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് എൻ്റെ സ്കൂളിൽ കയറി ചെല്ലുമ്പോൾ എൻ്റെ HM ചോദിക്കുകയാണ്, എന്തേ വൈകി? ഞാൻ പറയാണ്, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ കൈയിടാൻ പാടില്ല. നടക്കുമോ? നടക്കൂല. നിങ്ങൾ നടത്തുന്നൊരു സ്ഥാപനം, നിങ്ങൾ ശമ്പളം കൊടുത്ത് ജോലിക്ക് വെച്ച ഒരാൾ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാൾ എല്ലാ ദിവസവും 9 മണിക്കൊന്ന് നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കൂല. എല്ലാ സംവിധാനങ്ങൾക്കും ഒരു നിയമം ഉണ്ടാകണം. അറിയോ, ലോകത്തെ ആദ്യത്തെ നിയമ സംവിധാനം ഉണ്ടായത് എവിടെ? ഹമുറബിയെ പോലെയുള്ള ആളുകളുടെ ലോസ് അത് ചരിത്രത്തിൽ പ്രസക്തമാകുന്ന എന്താണെന്നറിയോ? നല്ല നിയമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു സംസ്കാര സമ്പന്നമായ സമൂഹത്തിന്റെ അടയാളമാണ്. നിയമങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. അത് മൃഗങ്ങളുടെ ജീവിതമാണ്. മൃഗങ്ങളെപ്പോലെയല്ല മനുഷ്യൻ ബുദ്ധിയുള്ള ജീവിയാണ്. മനുഷ്യൻ വെട്ടിപ്പിടിക്കും, മനുഷ്യൻ കവർച്ച ചെയ്യും, മനുഷ്യൻ തൻ്റെ കൈക്കരുത്തുകൊണ്ട് ദുർബലന്റെ മേൽ അധികാരം സ്ഥാപിക്കും. അതുകൊണ്ട് മനുഷ്യന് നിയമങ്ങൾ വേണം, മനുഷ്യന് നിയമ സംവിധാനങ്ങൾ ഉണ്ടാവണം. നല്ല ഭരണഘടന ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട്
നല്ല ജുഡീഷ്യറി ലോകത്ത് ചർച്ചയാകുന്നതെന്നുകൊണ്ടാ. നല്ല ഒരു സമൂഹം സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ അത്തരം നിയമങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ജന്മകുടിയാൻ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു, ഇവിടെ അടിമത്തം ഉണ്ടായിരുന്നു, എല്ലാ അവകാശങ്ങളും കവർ ചെയ്യപ്പെട്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു. മണ്ണിൽ കുഴി കുഴിച്ച് ഇലയിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന സംസ്കാരം കടന്നുപോയിരുന്നു. ഇതില്ലാതിരിക്കണമെങ്കിൽ നല്ല നിയമം ഉണ്ടാകണം. ആ നിയമങ്ങളുടെ ചട്ടക്കൂടുകളുടെ അകത്തു നിന്ന് ജീവിക്കണം. ഇവിടുത്തെ യുക്തിവാദികൾ എന്നറിയപ്പെടുന്ന, നിരീശ്വരവാദികൾ എന്നറിയപ്പെടുന്ന ലിബറലുകളായിട്ടുള്ള ആളുകളാണ് ഈ നിയമങ്ങൾക്ക് നേരെ ശബ്ദമുയർത്തുന്നത്, നിയമങ്ങൾ വേണ്ടെന്ന് പറയുന്നത്, ഇഷ്ടം പോലെ ലഹരി ഉപയോഗിക്കണമെന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ബ്രെയിൻ ഡാമേജ് ആയ ചെറുപ്പക്കാരനെ കുറിച്ച് ഈ ലിബറലുകളുടെ വാദം എന്താ? ഈ പറയുന്ന ആളുകളുടെ ആശയം സ്വാധീനിച്ചൊരു മനുഷ്യൻ എന്താ പറയാ? ലഹരി ഉപയോഗിച്ച് അതിൻ്റെ ജീവിതം നശിക്കും എന്ന് പറഞ്ഞാൽ ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിക്കാനുള്ളതാ. 5 അല്ലെങ്കിൽ 5 കൊല്ലം ആസ്വദിച്ച് ജീവിക്കാലോ. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നു പറഞ്ഞാൽ ഈ സമൂഹത്തെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ കരൾ കരിഞ്ഞു പോകുന്നു പറഞ്ഞാൽ ഈ സമൂഹത്തെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരുടെ കാഴ്ചപ്പാട് എന്താണ്? ജീവിതത്തോടുള്ള സമീപനം എന്താണ്? കുറച്ചുള്ളെങ്കിലും അടിച്ചു പൊളിക്കാം, ലെറ്റ്സ് എൻജോയ്. ഇത് മാത്രമാണ് ലിബറലിസം സമൂഹത്തെ പഠിപ്പിക്കുന്നത്. എന്നാൽ മതനിയമങ്ങൾ പഠിപ്പിക്കുന്നതല്ല. നമുക്ക് വേണ്ടത് സൃഷ്ടാവിൻ്റെ നിയമമാണ്. മനുഷ്യനെ പടച്ച, മനുഷ്യന്റെ ത്രികാലങ്ങളെക്കുറിച്ച് അവ്യക്തതകളില്ലാതെ ജ്ഞാനമുള്ള, ഭൂതവും ഭാവിയും വർത്തമാനവും അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവ് നൽകുന്ന നിയമ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളോടൊപ്പം ജീവിക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതം അത് ശരിയായ ദിശയിൽ മുന്നോട്ട് പോവുക. അവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് സമാധാനം ഉണ്ടാവുക, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുക. ഈ അടുത്ത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ, പിന്നെ അഡ്മാസിംഗ് എത്തിസത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ഫ്രാൻസിൽ കുറേ കാലം ജോലി ചെയ്തൊരു പ്രബോധകനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഞാൻ ശ്രദ്ധിക്കണ്ടായി. അപ്പോൾ ചെറുപ്പക്കാരൻ കുറേ കാലം ഫ്രാൻസിലായിരുന്നു. അവിടുത്തെ അവസ്ഥകൾ ചോദിക്കാം. ഇതിൽ പറയണം, ഫ്രാൻസിലെ സൂപ്പർ മാർക്കറ്റുകളിൽ, ഹൈപ്പർ മാർക്കറ്റുകളിൽ വൃദ്ധരായ ആളുകൾ ഊന്നുവടി കുത്തിങ്ങനെ വന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ അവരുടെ ട്രോളികളിലേക്ക് പെറുക്കിയെടുത്ത് ഇങ്ങനെ പോകുന്നതാണ്. അവരെന്താ വിവാഹിതരാകാത്തവരാണോ? അവർക്ക് മക്കളില്ലാത്തവരാണോ? എല്ലാവർക്കും മക്കളുണ്ട്, അവർക്ക് പേരക്കുട്ടികളുണ്ട്. പക്ഷെ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഈ ലിബറൽ ആശയങ്ങളുടെ കളിത്തൊട്ടിൽ എന്നാ പറയാം, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം എന്നാ പറയാം. അവിടെ മക്കളെ, മാതാപിതാക്കളെ പരിപാലിക്കുന്നത് മക്കളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായതുകൊണ്ട് അവർ അവരുടെ വഴിക്ക്, നമ്മൾ നമ്മുടെ വഴിക്ക്. വാർദ്ധക്യത്തിൻ്റെ അവശതകളിൽ ഒരു താങ്ങായി തണലായി മക്കൾ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ ആ ചിന്തകൾക്കൊന്നും ഇനി പ്രസക്തി ഇല്ലാതെ പറയുന്നു ഇവരുടെ ഭാഷയിൽ. അറിയോ, കേരളത്തിൽ വലിയ വിവാദമായ സിനിമയെടുത്ത അതിൻ്റെ സംവിധായകൻ പറഞ്ഞൊരു വാചകമുണ്ട് ഒരു ഇന്റർവ്യൂവിൽ: എൻ്റെ സിനിമ കണ്ട് 10 കുടുംബങ്ങൾ ഡിവോഴ്സായാൽ ഞാൻ അത്രയും സംതൃപ്തനായി എന്നാണ്. കുടുംബ സംവിധാനത്തെ തകർക്കുകയാണ്. ഭാര്യ എന്നത് ഭാരമായി കാണുന്നു, ഭർത്താവ് എന്നുള്ളത് പ്രശ്നമായി കാണുന്നു, മാതാപിതാക്കൾ എന്നുള്ളത് ഒരു ബേർഡനായി കരുതുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടെന്നറിയോ? അവിടുത്തെ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, ഇതൊക്കെ ഒരു ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പേയ്മെൻറ്റ് നടക്കുക. അതിങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പോവും, ഡിഡക്റ്റ് ആയി പോവും. അങ്ങനെ ഒരു ഓഫീസിലേക്ക് അവരുടെ ബില്ല് ഇങ്ങനെ പേയ്മെൻറ്റ് നടക്കാത്തത് കണ്ടപ്പോൾ അവർ ഇയാൾ അന്വേഷിച്ചു വന്നു. കുറേ കാലമായി പേയ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ കണ്ടത്, ആ വീട്ടിൽ കണ്ടത് ഒരു അസ്ഥികൂടമാണ്. മരിച്ച് എല്ലും പിന്നെ തൊലിയും മാംസവും എല്ലാം ദ്രവിച്ച് ഒരു അസ്ഥികൂടം മാത്രം അങ്ങനെ കിടക്കുന്നു. കുറേ കാലം ബാങ്കിൽ നിന്ന് ഇങ്ങനെ പേയ്മെൻറ്റ് നടന്നു. പിന്നെ ബാങ്ക് ബാലൻസ് തീർന്നപ്പോൾ അതും നടക്കാതായി. അപ്പോഴാണ് ഈ ഓഫീസിലെ ആളുകൾ വന്നു നോക്കുന്നത്. അവരുടെ അയൽവാസികൾ എവിടെ? അവരുടെ മക്കളെവിടെ? അവരുടെ പേരക്കുട്ടികളെവിടെ? മരിച്ചിട്ടും മാസങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോയത് എന്തുകൊണ്ട്? മനുഷ്യബന്ധങ്ങൾ അത്രമേൽ അകന്നുപോയി. ഇതാണ് ഈ ലിബറലുകൾ സ്വപ്നം കാണുന്ന ലോകം. ആ ലോകമാണ് ഇവിടെ വരാനിരിക്കുന്നത്. അവിടെയാണ് എന്ന അള്ളാഹുവിന്റെ നിയമത്തിന്റെ പ്രസക്തി. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. നിന്റെ അയൽവാസി ആടിന്റെ കുളമ്പ് കറി വെച്ച് കൊണ്ടെന്ന് തന്നാലും നീ അത് തിരിച്ചയക്കരുതെന്ന്.
നീ ഉണ്ടാക്കുന്ന കറിയിൽ വെള്ളം ചേർത്തിട്ടാണെങ്കിലും നിന്റെ അയൽവാസിക്ക് കൊടുക്കണമെന്ന്, നീ കുടുംബ ബന്ധം ചേർക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങൾ പ്രസക്തമാകുന്നത് അവിടെയാണ്. ഞാൻ പറയുന്ന സഹോദരങ്ങളെ, ഒരു ധാർമ്മിക ചട്ടക്കൂടിനകത്തേക്ക് സമൂഹത്തെ കൊണ്ടുവരുമ്പോഴാണ് ഈ ലഹരിക്ക് അന്ത്യമുണ്ടാകുന്നത്, ഈ വയലൻസിന്, അക്രമവാസനകൾക്ക് പരിസമാപ്തി ഉണ്ടാകുന്നത്, ഒരു നല്ല തലമുറയുടെ നിർമ്മാണം ഇവിടെ സാധ്യമാകുന്നത്. അതല്ലാത്ത എല്ലാ ആശയങ്ങൾക്കും ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. നിയമത്തിൻ്റെ ദണ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു സമൂഹത്തെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുമ്പോൾ, ലൈംഗിക രംഗത്ത് മതം പഠിപ്പിക്കുന്ന വിശുദ്ധി പാലിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് ജീവനുകളാണ് ഇവിടെ രക്ഷപ്പെടുന്നത്. നല്ല സംവിധാനങ്ങളാണ് രൂപപ്പെടുന്നത്. നല്ല സമൂഹമാണ് ഇവിടെ ഉണ്ടായി വരുന്നത്. നിങ്ങൾ ശ്രദ്ധാ തിരോധാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ശ്രദ്ധ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാതെയായി. അന്വേഷിച്ച് എവിടുന്നാ കിട്ടിയെന്നറിയോ? അവളുടെ ലിവിങ് ആയിരുന്നവർ ഉണ്ടായിരുന്നത്. അവളുടെ കാമുകന്റെ ഫ്രിഡ്ജിൽ നിന്ന് കൊന്ന് പല കഷ്ണങ്ങളാക്കി അയാൾ തൻ്റെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ലിവിങ് ടുഗദറിലായിരുന്ന തൻ്റെ കാമുകയുടെ മൃതശരീരം. വിവാഹമാണെങ്കിൽ അതുണ്ടാവില്ല. രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള ബന്ധമാണെങ്കിൽ ഒരു ദിവസമല്ല, അരമണിക്കൂർ പരസ്പരം പിണങ്ങി നിന്നാൽ അതിനൊരു പരിഹാരമുണ്ടാകും. എത്ര കൊലപാതകങ്ങൾ നടന്നു ഇന്ത്യ രാജ്യത്ത്? 44,000-ഓളം പ്രണയ കൊലപാതകങ്ങൾ നടന്നു. തിരുവനന്തപുരത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ കടപ്പുറത്തെ കല്ലിടുക്കുകളിലേക്ക് വലിച്ചെറിഞ്ഞു ഒരു ചെറുപ്പക്കാരി, തൻ്റെ കാമുകന്റെ കൂടെ ജീവിക്കാൻ. അല്ലേ? ജ്യൂസിൽ വിഷം കലർത്തി കൊന്നത് നമ്മുടെ നാട്ടിലാണ്. പാമ്പിനെ കൊണ്ട് തൻ്റെ ഭാര്യയെ കടിപ്പിച്ച് കൊലപ്പെടുത്തിയത് നമ്മുടെ നാട്ടിലാണ്. തൻ്റെ മക്കളെയും ഭാര്യയെയും ബൈക്കിലിരുത്തി അല്ലേ പുഴയിലേക്ക് തള്ളിവിട്ട് അയാൾ വളരെ തന്ത്രപൂർവം രക്ഷപ്പെട്ട് ഭാര്യയും മക്കളും ബൈക്ക് ആക്സിഡന്റിൽ പുഴയിൽ വീണ് മരിച്ചു എന്നൊരു യുവാവ് വിളിച്ചു പറഞ്ഞത് അയാൾ പ്രണയിച്ചിരുന്ന തൻ്റെ കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയായിരുന്നു. ലൈംഗിക അരാജകത്വം കേവലം വ്യഭിചാരം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കൊലപാതകങ്ങളുടെ പരമ്പരകൾ ഇവിടെ നടക്കും. ലഹരി അത് ഒരു വ്യക്തികളുടെ ശരീരത്തെ മാത്രമല്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ 10 ആളുകൾക്ക് HIV രേഖപ്പെടുത്തിയത്, HIV പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത്. എന്താ കാരണം എന്നറിയോ? ഏതോ ഒരു എയ്ഡ്സ് രോഗി ഉപയോഗിച്ചിരുന്ന സിറിഞ്ച് ഉപയോഗിച്ച് ഈ 10 ആളുകളും മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നതാണ്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കൂല. എല്ലാ സീമകളും ലംഘിച്ച് പുറത്തു പോകും. ഒന്നിനും കൊള്ളാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരും. അതിനൊരു പരിഹാരമുണ്ടാകണം. അത് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. സാമൂഹ്യ ബോധമുള്ള ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ്. അതാണ് ഇവിടെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, മെയ് 11 നിർണായകമായ ഒരു ദിവസമാണ്. ഇവിടെ വിദ്യാർത്ഥികളായ ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അതിൻ്റെ രജിസ്ട്രേഷൻ നിർവഹിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ സഹപാഠികളെ ബന്ധപ്പെടണം. നിങ്ങളുടെ അയൽവാസികളായ വിദ്യാർത്ഥികളോട് നിങ്ങൾ സംസാരിക്കണം. പരമാവധി നമ്മളാൽ കഴിയാവുന്ന ആളുകളെ, കുട്ടികളെ മുഴുവൻ സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് എത്തിക്കാൻ മെയ് 11 ഹൃദയത്തിലൊരു ഡേറ്റായി നമ്മൾ കൊത്തിവെക്കണം. നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. ഓരോ രക്ഷിതാക്കളെയും നമ്മൾ കാണണം. ഓരോ രക്ഷിതാവിൻ്റെയും മനസ്സിൽ ആകുലതകളുണ്ട്, വ്യാധികളുണ്ട്, നിരാശകളുണ്ട്. അവരോട് പറയണം, ഒരു പരിഹാരമുണ്ടിവിടെ. ആ പരിഹാരത്തിലേക്ക് നിങ്ങളുടെ മക്കളെ വിട്ടുതരണം. എല്ലാ രക്ഷിതാക്കളും സംഘടനാ കക്ഷിഭേദങ്ങൾക്കപ്പുറം, അത്തരം മതിൽക്കെട്ടുകൾക്കപ്പുറം എല്ലാ രക്ഷിതാക്കളും മക്കളെ വിട്ടുതരാൻ സന്നദ്ധരാണിപ്പോൾ. നമ്മൾ സമീപിച്ചാൽ മതി. രക്ഷിതാക്കളോട് പറയാറുണ്ട്, നമ്മുടെ മക്കളുടെയും നമ്മുടെ പരിചയത്തിലുള്ളവരുടെ മക്കളുടെയും എല്ലാം 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് അവിടെ നമ്മൾ പ്രവേശനം കൊടുക്കുന്നത്. മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം മെയ് 11 പെരിന്തൽമണ്ണയിൽ വിദ്യാർത്ഥികളുടെ ഒരു മഹാസംഗമം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.